ആഹാ ചേട്ടൻ വന്നല്ലോ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന വഴിയാണല്ലോ. ചായ പിടിക്കണോ വേടാ? എന്ന് വന്നു ആഫ്രിക്കയിൽ നിന്ന്? ഞാൻ 2 ദിവസം വരാം വന്നിട്ട്. എന്തൊക്കെ ഉണ്ട്? ഇനി വണ്ടി പോയില്ലേ? ആഫ്രിക്കയിൽ എന്തോ കൊണ്ടുവന്നു. ചേച്ചി സുഖമാണോ? കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ട്? വലിച്ചു കീറിയില്ല, നരസിംഹം വലിച്ചു മറ്റേ ഹിരണ്യ കശുവിൻ്റെ ഹോട്ടലിൽ കീറിയ പോലെ കീറിയെടുക്കും. ഇത് ചുമ്മാ മനുഷ്യൻ്റെ ഓരോ ഇതെന്നുള്ളത് എവിടെ? ഇതൊന്നും വാസ്തവമുള്ള കാര്യം. ഇതൊക്കെ ഇമാജിനേഷൻ. ഞാൻ പറയുന്നു, ഐ എം ഷുവർ. ചേട്ടാ എല്ലാവർക്കും ചായ പറയട്ടെ? ചായക്ക് പറയടാ. ചോദിക്കാന്ന് പറ, എല്ലാവർക്കും പറ കേട്ടോ. നമ്മുടെ കേരളത്തിലെ പണ്ടത്തെ ക്ലൈമറ്റ് ആഫ്രിക്കയിൽ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, തിരിച്ചു കയറി പോകാൻ തോന്നുന്നു. ഭയങ്കര ചൂട് ഇവിടെ. ആഫ്രിക്കയിൽ എവിടെ ഇപ്പൊ? ഞാനോ? നീ ചായക്ക് പറഞ്ഞായിരുന്നു. കടുപ്പം വേണം. പോയി ചായക്ക് പറ. ചേച്ചി ചായ എടുക്കണ ചേച്ചി? ശരിക്കും പറയാം ആഫ്രിക്ക പഴയ നമ്മുടെ കൊച്ചു കേരളം, പണ്ടത്തെ കേരളം. നമ്മളിവിടുത്തെ ചായയൊക്കെയാണോ അവിടുത്തെ ചായ? ചായക്ക് ഒരേ കളറാ, ഇപ്പൊ ചുവപ്പും മഞ്ഞയും ചേർക്കത്തില്ല. നമ്മള് ചോദിക്കണ്ട, അറിയണ്ടായണ്ട. ഇവ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യം ചോദിക്കും. പണ്ടേ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഭയങ്കര രസം. അതൊക്കെ പറഞ്ഞാണ്ടല്ലോ ചിരിച്ചിടപാട്. ആഫ്രിക്കയിലെളിയാ ഒരുപാട് കശുവണ്ടിയൊക്കെ ഉണ്ടാക്കി വിടുന്ന സ്ഥലം. എന്തുവാടാ കശുവണ്ടി ഉണ്ടാക്കി വിടുന്ന? അവിടുന്നാണ് കാള പോലെ വളർന്നു. എടാ കശുവണ്ടി ഉണ്ടാക്കി വിടുന്നതല്ല, അതുണ്ടായതാ. അതിനകത്തിരിക്കുന്നേ കീറി നോക്കുമ്പോൾ അറിയാം. കശുവണ്ടി ഉണ്ടാക്കി വിടുന്നു. പിന്നെ ആഫ്രിക്കയെ കൊണ്ടുപോയി വല്ല ചീങ്കണ്ടിക്ക് ഇട്ട് കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആഫ്രിക്കയിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവ എന്നെ ടിപ്പർ പഠിപ്പിക്കാമെന്നും പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നൊരു ജാക്ക് ഡാനിയിൽ കംപ്ലീറ്റ് ചേച്ചി കംപ്ലീറ്റ് അടിച്ച് തീർത്ത്. ചേട്ടാ അവിടെ എന്തുവാ ജോലി ആഫ്രിക്കയിൽ? ജോലിയോ? പറഞ്ഞു ചായ പറഞ്ഞോ ഞാൻ എടുത്തോണ്ട്. കടുപ്പം വേണോ? എന്താ കടുപ്പം വേണം ചേച്ചി? നേരമുണ്ട്. എന്തുവാ ചേട്ടാ? എടാ നീ നേരത്തെ എന്തോ എൻ്റെ അടുത്ത് ചോദിച്ച്? ആഫ്രിക്കയിൽ എവിടെയായിരുന്നു? എറണാകുളത്ത് പോയിട്ടുണ്ടോ? ഇല്ല. ചേർത്തല എവിടാന്നറിയോ? ഇല്ല. പോയി ചായക്ക് പറയട്ടെ. കടുപ്പം പോയി പറയടാ ചായ. ചേച്ചി രാത്രി 12 മണി കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ അമ്മയും വിളിച്ചോണ്ട് പുറത്തിറങ്ങുന്നതന്നെ. ആഫ്രിക്കയിൽ എവിടാന്ന്? ഓ ഞാൻ രവി ചേട്ടനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുക, ചേട്ടനൊന്നും പറയുന്നൊന്നുമില്ല. പിന്നെ ചായ എടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ചോദിക്കാം. നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയണ്ടായി. അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയണം. നമ്മൾ പോയിട്ടില്ലല്ലോ, നമുക്ക് അവർ പറയുന്നതെല്ലാം അറിയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ഒരു ചാൻസ് ചോദിക്കാം. അവിടെ പോകാൻ പറ്റുമെങ്കിലേ ചേട്ടനോട് ചോദിച്ചാൽ നമ്മുടെ ചേട്ടനല്ലേ. ആദ്യം എറണാകുളത്ത് പോടാ, എന്നിട്ട് ആഫ്രിക്കയിൽ പോവാ. ചേച്ചി നമ്മൾ എന്ത് ചെയ്യാൻ ചോദിക്കുമ്പോൾ കളിയാക്കിയേ പറയത്തുള്ളൂ. രവി നീ എന്ന് വന്നേ? ഇതുവരെ കണ്ടുവന്നില്ലല്ലോ. മറ്റേ വല്ല കൊണ്ടുവന്നോ? എല്ലാരും അതാ ചോദിക്കുന്നു. മറ്റേത് എല്ലാവർക്കും അത് വേണം. നമ്മൾ വന്നോന്നോ ജീവിച്ചിരിപ്പുണ്ടോന്നൊന്നും അറിയണ്ട. വിശേഷം എന്തൊക്കെയാണ്? ഒന്നും പറയണ്ട, വാ ഇരിക്ക്, ചായ കുടിക്കടാ. എന്തോ അവിടുത്തെ ജീവിതമല്ലേ, ടെൻഷൻ അടിച്ച് ചീർത്ത് വരുന്നേ, അല്ലാതെ ആഹാരം കഴിച്ചിട്ടല്ല. രവിളിയാ എന്താ കളിയാ അവിടെ ജോലി? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലായി ജോലി. നമ്മുടെ ജുറാസി പാർക്കിന്റെ കൂട്ടൊക്കെയോ? ചോദിച്ചെന്നേ ഉള്ളേ. നമുക്ക് ഫോറസ്റ്റ് എന്തെല്ലാം ഇതുണ്ട് അവിടെ. ഫോറസ്റ്റിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളെ ജോലി ഇതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ. ഈ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ വനമല്ലേ? ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ വനമല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എറണാകുളത്ത് പോയിട്ടില്ലെന്ന്. ഫോറസ്റ്റ് വനമല്ലേന്ന് എന്ത് വടാ ഇത്? അപ്പോൾ ഈ വനത്തിൽ എന്തുവാ ജോലി? വനത്തിൽ എനിക്ക് എന്തുവാ ജോലി എന്ന് നീങ്ങി വന്നേ ബാ. അതായത് ആഫ്രിക്കൻ വനത്തിലില്ലേ വനാന്തരങ്ങൾ, അവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മേളിൽ ഇതില്ലാത്ത അതിനകത്തൂടി ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകും.
അത് ശരി. അപ്പോൾ ഈ ആഫ്രിക്കയിലെ കുതിര ഉണ്ടല്ലോ, കുതിര, വരയൻ കുതിര, ആ. സീബ്ര, അതിന് വരയിടിയില്ല എൻ്റെ പണി. അതാണ് പണി കൊച്ചോട്ടാ. അപ്പം ഈ കുതിരയുടെ ദേഹത്തുള്ള വരയല്ലയോ അത്? ആഹാ. ഒരിക്കലും അല്ല, അത് കുതിരയുടെ അകത്തുള്ളതല്ലടാ. ഈ വിരലിൻ്റെ രണ്ടിഞ്ച് വീതിയിൽ ഞാൻ ഇടുന്ന വരെ അത് ഒരു വെള്ളയും ഒരു കറുപ്പും. അണ്ണാ അത് ഭയങ്കര റിസ്ക് പിടിച്ച പണിയല്ലോ. ഈ കുതിര നിന്ന് വന്നാലല്ല വരയ്ക്കാൻ പറ്റൂ. റിസ്ക് ഒന്നുമില്ലടാ, കുതിര നിന്ന് തരും. നമ്മൾ ഈ 2 ഇഞ്ച് വിരലിൻ്റെ വീതിയിലാണ് വരയ്ക്കുന്നത്, വെള്ളം കയറും. ഈ വരച്ച് വരുമ്പം കുതിരയുടെ കുണ്ടിയുടെ സൈഡിൽ വരുമല്ലോ, അവിടെ വരുമ്പോൾ അതിന് ഇക്കളാവും, ഒരു ചവിട്ട് വെച്ചിട്ട്. അവിടെ AC ഒന്നുമില്ല, ഫാൻ തന്നെ ഉണ്ടെങ്കിലും അവിടെ ഫാനൊക്കെ വളരെ റെയറായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല, അത്ര നല്ല ക്ലൈമറ്റാണ് അവിടെ. അതാ ഞാൻ ഒരു സെക്കൻഡ് വീട്ടിൽ നിന്ന് പെണ്ണുമുള്ള എമണ്ടല്ലേ. ആ ലളിതേ പറ. ആ ഞാനിവിടെ രമചേച്ചിയുടെ കടയിൽ നിന്ന് ചായ കുടിക്കുന്നു. അമ്മാവനാ എപ്പം വന്നു? ആ ഇന്ന് പോവോ അതോ ഉണ്ടെന്നോ? ലളിത, നിൻ്റെ അച്ഛനൊക്കെ ശരി തന്നെ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പുള്ളി ആ സ്കോച്ച് എടുത്തുകൊണ്ടങ്ങ് പോയി. നീ പറഞ്ഞാൽ മതി, ഞാൻ പെട്ടെന്ന് ഉള്ള ആയിരുന്നു, അതുകൊണ്ട് സാധനമൊന്നും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ മതി. ആ നിൻ്റെ അച്ഛനൊക്കെ ശരി തന്നെ. എന്താന്ന് ഒരു കാര്യം ചെയ്, അമ്മാവനല്ലേ, നമ്മളിനി ഒന്നും കൊടുത്തില്ലെന്ന് വേണ്ട. അവിടെ ഇരിക്കുന്ന ഓട്ടോപക്ഷിയുടെ മുട്ട 2 എടുത്ത് കൊടുത്തു വിടും. നോക്കി കൊണ്ടുപോകണമെന്ന് പറയാം, ഇട്ട് പൊട്ടിക്കല്ലേന്ന് പറയാം കേട്ടോ.